ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ സൂചിപ്പിച്ചതുപോലെ അധമമായിട്ടുള്ള അല്ലെങ്കിൽ അധമമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുകയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മറപിടിക്കുകയും പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരുമായി തെറ്റുമ്പോൾ പിന്നീട് അതുവരെ ഈ ഒരു പഴഞ്ചൊല്ലുണ്ട്, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. PV അൻവർ കഴിഞ്ഞ നാളുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പൊതു രാഷ്ട്രീയ ഭൂമികയിൽ കേരളത്തിലെ ജനതയോട് CPMൻ്റെ സഹയാത്രികനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര MLA ആയി പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളിൽ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വെളിപ്പെടുത്തലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട്, ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട്, അടുപ്പക്കാരുമായി ബന്ധപ്പെട്ട് ആ വിലയിരുത്തലുകളും ആ തുറന്നു പറച്ചിലുകളും ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം നിലമ്പൂരെന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശമാണ്. പ്രത്യേകിച്ച് ആദിവാസി ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിലെല്ലാം മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള വലിയ ആക്രമണം, വന്യജീവികൾ മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന, അവിടുത്തെ നാട്ടുകാരുടെ ജീവൻ കവർന്നെടുക്കുന്ന ആക്രമണങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നിസ്സംഗത പുലർത്തുന്ന സമീപനമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ വനം വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ നിരന്തരമായി പുലിയിറങ്ങുന്ന, ആന മനുഷ്യരെ ചവിട്ടിക്കൊല്ലുന്ന, അവിടുത്തെ തോട്ടം തൊഴിലാളികൾക്ക്, സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ ജനതയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത വലിയ വന്യജീവി ആക്രമണം നിലമ്പൂർ മണ്ഡലം നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗം കൂടിയാണ് നിലമ്പൂർ. അപ്പോൾ ഈ വന്യജീവി ആക്രമണം അവിടുത്തെ ജനങ്ങൾ ചർച്ച ചെയ്യും. ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും. അതോടൊപ്പം പ്രത്യേകിച്ച് ഈ കൂനിന്മേ കുരു എന്ന് പറയുന്ന പോലെയാണ്, ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ പുതിയ വാർത്തകൾ വരികയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPMൻ്റെയും പ്രധാനപ്പെട്ട 3 നേതാക്കന്മാർ EDയുടെ പ്രതി ലിസ്റ്റിലുണ്ട്. ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ CPMൻ്റെ തൃശ്ശൂരിലെ മുൻ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന 3 പേർ നിലവിലും CPMൻ്റെ നേതാക്കന്മാരാണ്. ഒരാൾ മുൻ മന്ത്രിയാണ്, ശ്രീ K രാധാകൃഷ്ണൻ. അതുപോലെ തന്നെ MM വർഗീസ്, AC മൊയ്തീൻ. ഇവരെല്ലാം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് അഴിമതിക്ക് കൂട്ടുനിന്നു. CPMൻ്റെ ഭദ്രത, സാമ്പത്തിക ഭദ്രത അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി കരുവന്നൂർ ബാങ്കിനെ, അവിടുത്തെ നിക്ഷേപകരുടെ പണത്തെ ഉപാധിയാക്കി എന്ന തരത്തിൽ ED കുറ്റപത്രം സമർപ്പിച്ച ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് നമ്മൾ മറന്നു പോകണ്ട. അതുപോലെ തന്നെ കരുവന്നൂർ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിരവധിയായിട്ടുള്ള നിക്ഷേപകർ, കൂലിപ്പണിക്കാർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വികലാംഗരായിട്ടുള്ള ആളുകൾ കരുവന്നൂരിൽ അവരുടെ നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ടുള്ള പലിശയും ഒക്കെ തിരികെ ലഭിക്കാത്തതിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്തവരും മരണപ്പെട്ടവരുമായി നമ്മുടെ മുമ്പിലുണ്ട്. അവർ ജീവിക്കുന്നതും ഈ കേരള പൊതുസമൂഹത്തിൽ തന്നെയാണെന്ന് നമ്മൾ മറന്നു പോകണ്ട. അപ്പോൾ അതുകൂടി ഈ സമകാലീനമായിട്ടുള്ള രാഷ്ട്രീയവും ഇത്തരക്കാരുടെ ഈ പറയുന്ന പ്രതിലിസ്റ്റിൽ പേര് ചേർക്കപ്പെട്ട ആളുകളുടെ വിഷയങ്ങളും ഒക്കെ ഈ പൊതുസമൂഹം നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ ഈ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത്, ഈ ഉപതിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പറയുന്ന കാട്ടുകള്ളന്മാരെ സംരക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ജനതയുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്, അവരുടെ ചുമരിൽ ഭാരമായി ഏൽപ്പിച്ചതാണ്. അവരുടെ ജീവിത പരിസരങ്ങളിൽ ഒരു തരത്തിലുമുള്ള മാറ്റമുണ്ടാക്കാൻ കഴിയാത്ത, അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള മുന്നേറ്റമോ ഒരു തരത്തിലുള്ള ഗുണമോ സൃഷ്ടിക്കാൻ കഴിയാത്ത ഈ ഉപതെരഞ്ഞെടുപ്പ് ജനതയ്ക്ക് മേൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികലമായ നിലപാടുകൾ, നേതാക്കന്മാരുടെ നിലപാടുകൾ അടിച്ചേൽപ്പിച്ചതാണ് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി പറയുന്നത്.